SI Noble and Squad ഇപ്പോൾ ഹാപ്പിയാണോ? ദെൻ പോലീസ് ഓഫീസർ റോൾ ചെയ്തു, ഒരു കളക്ടർ റോൾ ചെയ്തു. സോ എന്താണ് അടുത്ത എക്സ്പെക്ടേഷൻ? നിന്റെയൊക്കെ വായിൽ പഴം തിരികെ ഓക്കെ, ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി നിന്റെയൊക്കെ വായിൽ എന്തായിരുന്നു, ബേസിൽ പറഞ്ഞ പഴം. അങ്ങനെയാണ് മാനേജ് ചെയ്തത്. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സോ ഐ എം ഹോപ്പിംഗ് സംതിങ് ലൈറ്റ് ഹാർട്ടഡ് കംസ്. റൊമാൻറ്റിക്. ലാൽ സാറിന്റെ ഡയലോഗുകൾക്ക് കുറെ ട്രോള് കിട്ടുന്നുണ്ടല്ലോ സീരീസിൽ. സോ അതെങ്ങനെയുണ്ട്? എല്ലാ സീനിലും എന്തെങ്കിലും ഒരു ജോക്ക് അടിക്കും. ചിലപ്പോഴാണെങ്കിൽ എനിക്ക് ആ ജോക്ക് മനസ്സിലാവില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എങ്ങനെ ഇത്ര കൂളായിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റണോ? ഭയങ്കര കൂളായിട്ട് ഓക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഭയങ്കര ഓക്കെ. അർജുന്റെ സൗണ്ടിനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടല്ലേ? ഇങ്ങനെ ഒരു സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു? അല്ല, കുറച്ച് ടിപ്സ് പറഞ്ഞത്. ഇങ്ങനെ തന്നെ പൊതുവെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അത് സ്റ്റിൽ ആർ യു ആക്ടിങ്? മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സീരീസിലെ വിശേഷങ്ങളുമായിട്ട് റൈറ്റ് നൗ എൻ്റെ കൂടെ ക്ലബ് FM സ്റ്റുഡിയോയിലുള്ളത് അർജുൻ രാധാകൃഷ്ണനാണ്. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. സോ SI Noble and Squad ഇപ്പോൾ ഹാപ്പിയാണോ? എന്താണ് പറയാനുള്ളത്? വെരി ഹാപ്പി. ഓക്കെ, വെരി ഹാപ്പി. ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ഫീലിംഗ്. സോ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് ഫസ്റ്റിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സെക്കൻഡിൽ നടത്തിയിരിക്കുന്നത്. സോ അതെങ്ങനെ ഉണ്ടായി? കാരണം ഫസ്റ്റിൽ അർജുൻ ഇല്ലായിരുന്നു, ഇപ്പോൾ സെക്കൻഡിൽ വന്നപ്പോഴേക്കും യു ആർ ദെയർ. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് വർക്കും കണക്ഷനും ആ ഒരു സ്റ്റോറി എക്സ്പ്ലനേഷനൊക്കെ എങ്ങനെയായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അഹമ്മദ് എന്നെ വിളിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ടാണ്. പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒരു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ എനിക്കൊരു സ്റ്റോറി പിച്ച് ചെയ്യാനുണ്ട്, കേരള ക്രൈം ഫയൽസ് 2. അതൊന്നും പറഞ്ഞില്ല ആക്ച്വലി. പുള്ളി എന്നെ ഒന്ന് മീറ്റ് ചെയ്തു. സോ ഇത് കേരള ക്രൈം ഫയൽസ് 2 ഞാൻ ചെയ്യാൻ പോവാണ്. സോ ഐ സെഡ് അഹമ്മദ് സോറി, ഞാൻ ഫസ്റ്റ് സീസൺ കണ്ടിട്ടില്ല. പുള്ളി ലൈക്ക് ഓക്കെ നോ പ്രോബ്ലം. അപ്പോൾ എനിക്ക് ഇത് ഫസ്റ്റ് സീസൺ ഹിറ്റായിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷേ ഐ ഡിഡ്ന്റ് സീൻ ഇറ്റ്. സോ അഹമ്മദ് കബീർ പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന് പറയുമ്പോൾ ഐ ന്യൂ ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് സംതിങ് റിയലി ഗുഡ്. പിന്നെ അത് വായിച്ചപ്പോൾ ദെൻ ഒബ്വിയസ്ലി അഗൈൻ യു ഫെൽറ്റ് ദ മെറ്റീരിയൽ വാസ് വെരി ഗുഡ്. ഓക്കെ. ഇപ്പോൾ അർജുൻ ബ്രോനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് വെബ് സീരീസ് അല്ല, ലൈക്ക് ഇതിനു മുമ്പും സീരീസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നും നമ്മുടെ കേസ് ലൈക്ക് കേരള ക്രൈം ഫയൽസിൻ്റെ ഒരു ഡിഫറൻസ് എന്തായിരുന്നു? ആക്ച്വലി ഞാൻ ആദ്യം ചെയ്തത് റോക്കറ്റ് ബോയ്സ് ആയിരുന്നു അവിടെ ഹിന്ദിയിൽ. അതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സീരീസ് ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞ ഹർഷദ് എഴുതിയത്, പുഴുയുടെ റൈറ്റർ പുള്ളി എഴുതിയൊരു വെബ് സീരീസാണ് ചെയ്തത്. ഓക്കെ. അതിൻ്റെ കഴിഞ്ഞ ഉടനെ ഞാൻ കേരള ക്രൈം ഫയൽസ് തുടങ്ങി. സോ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓൺലി ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ ടൈം ലൈൻ. ഇപ്പോൾ റോക്കറ്റ് ബോയ്സ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു 120 ഡേയ്സിൻ്റെ ഷൂട്ടായിരുന്നു, അതും ത്രൂ ഔട്ട് ലോക്ക്ഡൗൺ. കേരള ക്രൈം ഫയൽസ് ഞങ്ങളൊരു സിനിമ പോലെയാണ് ഷൂട്ട് ചെയ്തത്, ലൈക്ക് സ്റ്റാർട്ട് ടു ഫിനിഷ് 55-58 ഡേയ്സ്. സോ അങ്ങനെ സീരീസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് വാസ് സ്റ്റിൽ ഒരു സിനിമയുടെ സ്കെഡ്യൂളായിരുന്നു. ഓഹോ. ഈ APJ അബ്ദുൽ കലാം പോലെയുള്ളൊരു ലൈക്ക് നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു മനുഷ്യൻ്റെ റോൾ ചെയ്തപ്പോഴേക്കും ആ ഒരു എക്സ്പീരിയൻസ് ഹൗ വാസ് ഇറ്റ്? ഫസ്റ്റ് എനിക്ക് ആ കോൾ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. പിന്നെ അവർ പറഞ്ഞു ഇത് പുള്ളിയുടെ ഒരു ചെറുപ്പകാലത്തിൻ്റെ സ്റ്റോറിയാണ്. സോ ദെൻ കുറച്ചും കൂടെ ഫ്രീ ആയി, ബിക്കോസ് ആ കാലത്തിലുള്ള നമുക്ക് അവരുടെ ഫുട്ടേജ് ഒന്നുമില്ല. സോ ആ ഒരു പ്രഷറില്ല. ഓക്കെ. ബട്ട് ഡെഫിനറ്റ്ലി ആ സീരീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ആ സീരീസിൻ്റെ സ്റ്റോറിയെല്ലാം നിൽക്കുമ്പോൾ യു ഫെൽറ്റ് ലിറ്റിൽ ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നെർവസ്നെസ് വരും. ശരി. എസ്പെഷ്യലി പോപ്പുലർ പീപ്പിൾ. സോ ആ നെർവസ്നെസ് ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ സോ മച്ച് ഓഫ് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ഇമാജിനേഷൻ, ബിക്കോസ് നമുക്ക് അവരുടെ ഫുട്ടേജ് ഒന്നും ഇല്ല. സോ വി ആർ ക്രിയേറ്റിംഗ് ആൻഡ് പീപ്പിൾ ഹാവ് ടു ബിലീവ് വാട്ട് വി ഡു എന്നുള്ളത്. ക്രൈം ഫയൽസിലേക്ക് വരുമ്പം SI Noble എവിടുന്ന റെഫറൻസ് എടുത്തേ? റെഫറൻസ് ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ബാഹുലും അഹമ്മദും പറഞ്ഞത്, നമ്മളിത്
സിനിമയിൽ കാണിക്കണ പോലെ അല്ല നമ്മളിത് കാണിക്കാൻ പോണത്. പിന്നെ ഈ യൂണിഫോം ഇടുമ്പോൾ ആ ബോഡി ലാംഗ്വേജ് വേണ്ട, ജസ്റ്റ് ബി എ നോർമൽ ബോയ്. ഓക്കെ. സീരീസും സിനിമയിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യണത്, സീരീസ് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആണ്, ലെങ്ത് ഉണ്ട്, കുറച്ചും കൂടെ ഇൻ ഡെപ്ത് പോകാം. സോ സിനിമയുടെ ആ പ്രഷർ ഇല്ല ഓഫ് ടൈം. ഓക്കെ. സോ ദേ വാണ്ടഡ് ഇറ്റ് ടു ബി മോർ റിലേറ്റബിൾ ഓവർ 6 episodes. ഓക്കെ. സോ ക്ലിയർ ഇൻസ്ട്രക്ഷൻ, യൂണിഫോം ഇടുമ്പോൾ ഒരു ബോഡി ലാംഗ്വേജിൽ മാറ്റമൊന്നും വേണ്ട, ജസ്റ്റ് ബി എ നോർമൽ ബോയ്. ഓക്കെ. പിന്നെ SI നോബിളിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു വോളിബോൾ പ്ലെയറാണ്, സ്പോർട്സ് കോർട്ടിൽ വന്ന് ജോയിൻ ചെയ്തതാണ്. സോ പോലീസായിട്ട് അങ്ങനത്തെ ക്യാരക്ടർ അല്ല. സോ ഹി ഡിഡ്ന്റ് ഗിവ് മീ എനി റെഫറൻസ് ആക്ച്വലി. സല്യൂട്ടില്ല, സാറുകളില്ല. എനിക്കൊന്ന് തൊപ്പി വെച്ചിട്ടുള്ള സീൻസും അങ്ങനെ ഇല്ല. പോസ്റ്ററിൽ മാത്രം ഒരു സീനേ ഉള്ളൂ, ഈ ഓപ്പണിംഗ് സീൻ. ഓക്കെ. സോ വളരെ ഡിഫറെന്റ് എടുക്കുന്ന സീൻ, ആ സീൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ഈ താങ്ക്സ് പറയുന്ന സീനൊക്കെ അല്ലേ? താങ്ക്സ് പ്രവീണിന്റെ ക്യാരക്ടർ. യെസ്. SI നോബലിനെ പോലത്തെ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് എക്സ്പീരിയൻസ് റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? SI നോബിളായിട്ട് പോലീസ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പാർട്ട് ഫ്രം പാസ്പോർട്ട് വെരിഫിക്കേഷൻ. എങ്ങനെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ ആകുമായിരുന്നു? ഇല്ല. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. ഓക്കെ. സോ ഐ ഫീൽ ഈ നമ്മുടെ പോലീസും ആർമിയും പറയുമ്പോൾ ചെറുപ്പത്തിൽ യു ആർ പ്ലേയിങ് അറൗണ്ട് വിത്ത് ഗൺസ് ആൻഡ് ഓൾ. എനിക്ക് പോലീസ് ആണോ, ഫയർ ഫൈറ്റർ ആണോ, ആർമി. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ലോട്ട് മോർ റെസ്പോൺസിബിലിറ്റി. അത് സീരിയസ്ലി. മലയാള സിനിമയിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അർജുൻ കണ്ടിട്ടുള്ള മലയാള സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസർ ആരായിരിക്കും? ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ടഫ് ക്വസ്റ്റ്യൻ ബിക്കോസ് മലയാളം സിനിമയിൽ പോലീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ജോണേഴ്സ് ഓഫ് മലയാളം സിനിമ. അതെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് ആക്ഷൻ ഹീറോ ബിജു ഇഷ്ടമായിരുന്നു. പിന്നെ ലൈക്ക് ഓഫ് കോഴ്സ് മമ്മൂക്ക ഡിഡ് ഇൻ കണ്ണൂർ സ്ക്വാഡ്. പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അല്ല, ഓൾസോ കണ്ണൂർ സ്ക്വാഡ് പോലത്തെ സിനിമയിൽ അഗൈൻ റോബി മേഡ് ഷുവർ ദാറ്റ് പുള്ളിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒന്നും ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് കോൺഫ്ലിക്ട്സ് ഒന്നുമില്ല, ലൈക്ക് ഒരു പേഴ്സണൽ കോൺഫ്ലിക്ട്സ് ഒന്നുമില്ല. സോ ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടേക്ക്. നെഗറ്റീവ് ഷെയ്ഡുകൾക്ക് ശേഷം വന്നൊരു എന്താ പറയുക ഒരു നല്ല ക്യാരക്ടറാണ് SI നോബിൾ. സോ അതെങ്ങനെയാണ് ഇപ്പോൾ ഉള്ളൊഴുക്കിലാണെങ്കിലും കണ്ണൂർ സ്ക്വാഡിലെ വില്ലനാണെങ്കിലും? ആക്ച്വലി ഓഡിയൻസ് പറഞ്ഞത് അവർക്ക് അത് തോന്നിയത് നെഗറ്റീവായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇഫ് യു സീ ദാറ്റ് ഫിലിം എവരിബഡി ഈസ് ഗ്രേ. ഇയാള് കുറച്ചും എക്സ്ട്രാ ഗ്രേ ആയിപ്പോയി. ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പോൾ കേരള ക്രൈം ഫയൽസിന്റെ ഈ സീസൺ വന്നപ്പോൾ കുറച്ച് റിലീഫ് ഉണ്ടായിരുന്നു. ദാറ്റ് ഇത്രയും നെഗറ്റീവ് ഷെയ്ഡ്സ് കഴിഞ്ഞിട്ട് ഫൈനലി എനിക്കൊരു പോസിറ്റീവ് ലീഡ് റോളിൽ കിട്ടുന്നത് ഐ വാസ് ജസ്റ്റ് ഹാപ്പി. കുറച്ച് റിലീഫ്. ബട്ട് ഐ എം നോട്ട് അഗെയിൻസ്റ്റ് പ്ലേയിങ് നെഗറ്റീവ് ഷെയ്ഡ്സ്. അങ്ങനെയില്ല. ഈ കണ്ണൂർ സ്ക്വാഡും ഐഡൻറ്റിറ്റിയും കഴിഞ്ഞിട്ട് കുറേ കോൾസ് വന്നു. യു ഓൾവേസ് ഫീൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ റോള് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ദ നെക്സ്റ്റ് ടൈം ഇറ്റ് കംസ് ഇറ്റ് ഷുഡ് ഹാവ് സംതിങ് ഫ്രഷ് ടു ഇറ്റ്. അല്ലെങ്കിൽ കഥയിൽ അല്ലെങ്കിൽ ഇറ്റ് കാൺ ബി ടിപ്പിക്കൽ ഓർ ആ ഡിഫറൻസ് ഉണ്ടായാൽ ദെൻ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ കേരള ക്രൈം ഫയൽസ് ആണെന്നുണ്ടെങ്കിലും അർജുൻ ലൈക്ക് വർക്ക് ചെയ്തത് മലയാളത്തിൽ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ലാൽ സാറാണെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ഹരീഷ് രാഘവൻ ഏട്ടനാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ ഒരു സ്കൂളിംഗ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ തന്നോ? ടിപ്സ് ഒന്നും തന്നില്ല. ആക്ച്വലി എൻ്റെ സീൻസ് മൊത്തം ലാൽ സാറിൻ്റെ കൂടെ, അശോക് ചേട്ടനും ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് സീൻസ് ഇല്ല. ലാൽ സാറെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു എല്ലാ പടത്തിലും ഞങ്ങൾ സീനിയേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫിയർ അല്ല, ഒരു നെർവസ്നെസ് ഉണ്ടാവില്ലേ. എസ്പെഷ്യലി ലാൽ സാർ എന്ന് പറഞ്ഞാൽ പുള്ളീസ് ലെജൻഡറി ഫിലിം മേക്കർ. അതുമാത്രമല്ല പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും സൈസും പുള്ളി മീറ്റ് ചെയ്തപ്പോൾ ഇസ് വെരി സോഫ്റ്റ്, വെരി നൈസ്. സോ പുള്ളിയുടെ വർക്ക് ചെയ്യാൻ ഭയങ്കര നല്ലതായിരുന്നു. ബിക്കോസ് ഹി വാസ് ദ മോസ്റ്റ് സീനിയർ പേഴ്സൺ ഇൻ ദാറ്റ് എൻറ്റയർ ഗ്രൂപ്പ്. ഇപ്പോൾ അഹമ്മദിൻ്റെ ടീം എല്ലാവരും ഒരു 25-26 വയസ്സ് അത്രേ ഉള്ളൂ, മാക്സിമം 30 വയസ്സ്. സോ ഹി ജെൽഡ് വെരി വെൽ വിത്ത് ഓൾ ഓഫ് us. പിന്നെ ഫസ്റ്റ് സീസണിൽ പുള്ളി ഉണ്ടായിരുന്നു. സോ ക്രൂ ആയിട്ട് പുള്ളിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. സോ കേരള ക്രൈം ഫയൽസ് അല്ലാന്നുണ്ടെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഒന്ന് അമിതാഭ് ബച്ചൻ്റെ മോനായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ജുണ്ട് വന്ന് ഞാൻ ആക്ച്വലി കരിയറിൻ്റെ ഏറ്റവും തുടക്കത്തിലാണ് ആ പടം കിട്ടിയത്. സോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഇങ്ങനെ അമിതാഭ് ബച്ചൻ്റെ മാനാണെന്ന്. സോ എവരിബഡി വാസ് excited. I was it's like dream come true എന്ന് പറയാം. പക്ഷേ അവിടെ ആ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആക്ച്വലി ന്യൂ കമേഴ്സ് ആയിരുന്നു. പുള്ളി മാത്രം ഒരു സീനിയർ ആക്ടർ. ന്യൂ കമേഴ്സ് എന്ന് പറഞ്ഞാൽ എവറിബഡി ഈസ് നോട്ട് ആൻ ആക്ടർ ഓൾസോ ഇൻ ദാറ്റ് ഫിലിം.
സോ ഇൻട്രാക്ഷൻസ് കുറവായിരുന്നു. ഓക്കെ. യു കുഡ് ജസ്റ്റ് സീ ഹിം ഫ്രം എ ഡിസ്റ്റൻസ്. ഐ ഡിഡ് ഹാവ് വൺ ഒരു ബസ് സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ലൈറ്റിങ്ങിൻ്റെ ഇടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ഓക്കെ. ആൻഡ് ഇറ്റ് ദാറ്റ് ടൈം when അമിതാഭ് ബച്ചൻ is sitting in front of you, you don't know what to ask him. എന്ത് ചോദിക്കാം നമ്മൾ. സോ ജസ്റ്റ് ഒരു നോർമൽ കോൺവെർസേഷൻ. പിന്നെ ഫാൻ ബോയ് ആ കോൺവെർസേഷൻ അത് ചെയ്തില്ല, ബിക്കോസ് അത് പുള്ളിയുടെ അടുത്ത് എല്ലാവരും പോയി പറയണതാണ്. ജസ്റ്റ് ആസ്ക്ഡ് ഹിം അബൌട്ട് ജസ്റ്റ് ജനറൽ ലൈഫ്. ഞങ്ങൾ ആർക്കിടെക്ചറിനെ കുറിച്ച് എന്തോ സംസാരിച്ചു, പുള്ളി അമേരിക്കയെ കുറിച്ച് എന്തോ സംസാരിച്ചില്ല. ഒരു ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 43-44 ഡിഗ്രീസ് ആയിരുന്നു. സോ അങ്ങനത്തെ ഇങ്ങനെ സിറ്റുവേഷനിൽ പുള്ളി വന്ന് കമ്മിങ് പ്രിപ്പയർഡ്, കമ്മിങ് ഓൺ ടൈം. പിന്നെ പുള്ളി കാരവാനിലേക്ക് പോവില്ല, ആ വെയിലത്തിലിരിക്കും വിത്തൗട്ട് അംബ്രല. ഇവൻ കൽക്കിയൊക്കെ നമ്മൾ കണ്ട് ഞെട്ടിപ്പോയൊരു സംഭവമാണ്. ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് കാണിക്കാം, അപ്പോൾ അത് റിലേറ്റ് ചെയ്തുള്ളൊരു മെമ്മറി ഷെയർ ചെയ്യണം. അയ്യോ, ഓക്കെ ഓക്കെ, സെറ്റ്. എൻ്റെ ഫോട്ടോസ് ആണോ? ഓഫ് കോഴ്സ്. ഓ, ഇറ്റ്സ് സച്ച് സീനല്ലേ. എനിക്ക് തന്നെ ഒരു സിനിമ ആഗ്രഹമുള്ള എല്ലാവർക്കും ഒരു കോരിത്തെരിപ്പ് ഉണ്ടാക്കുന്ന ഒരു സീനാണത്. വാട്ട് ഡു ഐ സേ, എന്തോ മെമ്മറി. ഇറ്റ് വാസ് ടു മച്ച്. മമ്മൂക്കയുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ചെയ്യണത് ഈ ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. പക്ഷേ ഈ പർട്ടിക്കുലർ ഫോട്ടോ അതിൻ്റെ മൊമെന്റ് ആക്ച്വലി ലൈക്ക് പുള്ളിയുടെ കോളർ പിടിക്കുന്നു. അത്രയും നെഗറ്റിവിറ്റി, ആ ഒരു അത്രയും ക്ലോസ് ആയിട്ട് മമ്മൂക്ക ഇത്രയും ഫേസ് ടു ഫേസ് നിൽക്കുന്നു. അതെ, ആക്ച്വലി എൻ്റെ ഫസ്റ്റ് സീൻ വന്ന് പുള്ളിയെ ഒരു കിക്ക് ചവിട്ടുന്ന സീനായിരുന്നു. അപ്പോൾ അത് ഒബ്വിയസ്ലി ചെയ്യുമ്പോൾ അത് മിസ് ചെയ്തു. പിന്നെ പുള്ളി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ചവിട്ടിക്കോ. ഓക്കെ, അത് ചെയ്തു. സോ ആ സീന് കഴിഞ്ഞിട്ടാണ് ഇത്. യു സ്റ്റിൽ ഫെൽറ്റ് വെരി, പുള്ളി എത്രത്തോളം കംഫർട്ടബിൾ ആക്കിയാലും യു ഫീൽ സംതിങ് ഇൻ യു. അത് എത്ര കൂളായാലും സി ഒരു 1-2 സീൻ കഴിഞ്ഞിട്ട് യു ഹാവ് ആസ് എൻ ആക്ടർ യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി. യു ഹാവ് ടു ഡ്രോപ്പ് ദാറ്റ് നെർവസ്നെസ്സും പിന്നെ എന്താ പുള്ളിയുടെ ഫാനാണ് എല്ലാമാണ് അതെല്ലാം. പക്ഷെ ആ മൊമെൻറ്റിൽ ഡ്രോപ്പ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് an entire crew is waiting, you cannot be lost in that. മനസ്സിലായി. എന്നാലും പുള്ളിയുടെ കോളർ പിടിക്കുമ്പോൾ there was that thing, you know, somewhere at the back of the mind, because he made you feel comfortable. Because a പുള്ളിയും he's really holding you, so then you two actors doing it. Then അടുത്തൊരു ഫോട്ടോ. ഇത് ബേസിൽ ഹോപ്പ്. ബേസിൽ ഞങ്ങൾ ഡിയർ ഫ്രണ്ട് വാസ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് താമസിച്ച ഒരു നല്ലൊരു ഗ്രൂപ്പായി. ആൻഡ് ദാറ്റ് വാസ് ദ റിക്വയർമെന്റ് ഓഫ് ദ ഫിലിം ഓൾസോ. ഫ്രണ്ട്ഷിപ്പ്, ഇവർ 5 പേരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു പടമാണ്. സോ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഹാസ് കണ്ടിന്യൂഡ് ആഫ്റ്റർ ഓൾസോ. എല്ലാ ദിവസവും മീറ്റ് ചെയ്യില്ല, പക്ഷെ whenever we can we try and meet. So it's always nice spending time with Basil and his daughters. Basil 2. Basil അടുത്തൊരു മൂവി ഹോപ്പ്ഫുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത്. ഓക്കെ, അടുത്തൊരു പിക്ചർ ഉള്ളൊഴുക്ക്. എനിക്ക് നമ്മൾ എല്ലാവരും മറ്റേ ഏതൊരു റീൽ ഉണ്ടായിരുന്നില്ലേ, ലൈക്ക് എനി ഇന്ത്യൻ മാൻ എനിവെയർ, ബോളിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ബാറ്റിംഗ് ആക്ഷൻ, അത് തന്നെയായിരുന്നു അത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളൊഴുക്ക്? കാരണം ഉർവശി ചേച്ചി കൂടെയുണ്ട്, സച്ച് എ ലെജൻഡറി ആക്ട്രസ്. സോ അതും ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഉള്ളൊഴുക്കിൽ എനിക്കൊരു 6 മാക്സിമം ഒരു 8 ഡേയ്സിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ മോസ്റ്റ്ലി സീൻസ് വന്ന് പാർവതിയുടെ കൂടെയാണ്. സോ പക്ഷേ ഉർവശി ചേച്ചി വാസ് ദെയർ ഓൺ ദ സെറ്റ്. ഇനി മറ്റേ ഈ എല്ലാവരും വീട്ടിൽ കൂടുന്ന സീനിൽ ഞാൻ ഉണ്ടായിരുന്നു, ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. സോ ഉർവശി ചേച്ചി വാസ് ദെയർ ഓൺ സെറ്റ് എവറി ഡേ. ആൻഡ് ഇറ്റ്സ് അമേസിങ് ടു സീ ഹൗ ഇപ്പോൾ ആ പടത്തിൽ all her scenes are very emotionally heavy scenes. Depth of scenes. അതെ, but she's always joking around. Okay. Always cracking jokes. Always light, and suddenly ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്വിച്ച് ഇല്ലേ. I was amazed by that. And this one. ചാക്കോച്ചൻ ക്ലിക്ക് ചെയ്ത ഫോട്ടോ ആണ്. ആണോ? അതെ അതെ അതെ. പടം വാസ് വെരി ഡിഫിക്കൽട്ട് ടു that collector role, because ഞാൻ വിചാരിച്ചില്ല എനിക്ക് മലയാളം സിനിമയിൽ ഒരു അവസരം കിട്ടുമെന്ന്. പിന്നെ അവിടെ പോയപ്പോൾ ഇവരെല്ലാവരും, പിന്നെ അത് സിംഗ് സൗണ്ട് ആയിരുന്നു, പഴയ മലയാളം. എല്ലാ ദിവസവും കമലേട്ടൻ ഒരു പുതിയ
പുതിയ പേജ് ഓഫ് ഡയലോഗ്സ് വരും. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും ശ്രമിച്ചത് സിനിമയിൽ വരെയാണ്, ദിസ് ഈസ് ദ റിയാലിറ്റി, സോ ലെറ്റ്സ് ഡു ഇറ്റ്. എല്ലാ ദിവസവും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റേ അവർ കെട്ടിയിടും, പിന്നെ കെട്ടയച്ചാൽ പിന്നെ കുറേ സമയം പോയില്ല. സോ ദെൻ അറ്റ് സം പോയിന്റ് ഐ വാസ് ലൈക്ക് ജസ്റ്റ് ലീവ് ഇറ്റ്, ഒരു കുറച്ച് ലൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് സോ ഹോട്ട്. എനിക്ക് ആണെങ്കിൽ I used to get very tired those days. Okay. Because of the stress of the shoot. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയിടലും പിന്നെ ഈ ചൂടും അതിൻ്റെ ഇടയിൽ. ബിക്കോസ് കെട്ടഴിച്ചിട്ട് പിന്നെ പോയി പിന്നെ വരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ടാസ്ക്. സോ യു മൈറ്റ് വെൽ ജസ്റ്റ് സ്റ്റേ ദേർ. സോ അതിൻ്റെ ഇടയിൽ ഒരു ചാക്കോച്ചൻ ക്ലിക്ക് ചെയ്ത ഫോട്ടോ ആണത്. പഴയും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം അങ്ങനത്തെ ഒരു കളക്ടറെ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഒരു കളക്ടറായിരുന്നു അത്. അഗൈൻ എ റിയൽ ലൈഫ് ക്യാരക്ടർ. യെസ്. ആക്ച്വലി ഐ റിമെമ്പർ ഈ പടയുടെ സമയത്ത് നമ്മൾ ഈ ഫോട്ടോ നമ്മൾ ഷൂട്ട് ചെയ്ത കോളേജ് ഒന്ന് പഴയ കോളേജായിരുന്നു, പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ബട്ട് യു നോ ദീസ് ഓൾഡ് സ്ട്രക്ചേഴ്സ് ഹാവ് ഈ വുഡൻ ദ ബീംസ്. അപ്പോൾ ഒരു 20 ദിവസം അവിടെ തന്നെ ഷൂട്ടായിരുന്നു. സോ രാത്രി ഈ ലൈറ്റിങ്ങിൻ്റെ എക്വിപ്മെൻറ്റും ലൈറ്റ്സ് അല്ല, പക്ഷെ അതിൻ്റെ ഈ എന്താ പറയുക, നമ്മൾ ബാർസ് എല്ലാം അവിടെ തന്നെ കിട്ടി വയ്ക്കും. സോ ദാറ്റ് ഇൻ ദ മോർണിംഗ് ദേ ഹാവ് ടു ജസ്റ്റ് മൗണ്ട് ദ ലൈറ്റ്. സോ മേ ബി ആ വെയിറ്റ് താങ്ങാണ്ട് അറ്റ് സം പോയിന്റ് ഡ്യൂറിംഗ് ദ ഷൂട്ട് ഇറ്റ് ഓൾമോസ്റ്റ് കൊലാപ്സ്ഡ്. എവരിബഡി റാൻ ഔട്ട്. ഞാൻ പറഞ്ഞു ഗൈസ് നിങ്ങളെവിടെ പറഞ്ഞു, പിന്നെ ഓടി വന്നു. അത് കൊള്ളായിരുന്നു. അതൊരു അതൊന്നും പറ്റില്ലല്ലോ, പൊളിയുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ, പൊളിയുന്ന സൗണ്ട്. എല്ലാവരും പേടിച്ച് ഓടി. അടുത്ത സീൻ ദിസ് വൺ. Oh, it's actually looking like a very intense scene. Actually, the three of us are trying to figure out how that laptop functions. ഞാൻ ഓർത്ത് ചെയ്തു സ്ക്രിപ്റ്റ് ഭയങ്കര കാര്യമായിട്ട് നോക്കുമായിരിക്കുന്നു. ഓക്കെ, that's the reality. അത് ശരിയായ ലാപ്ടോപ്പ് ശരിയായി. ഓക്കെ. പുള്ളി ആക്ച്വലി ആ സീൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം മിസ്റ്റർ ബച്ചൻ വാസ് ലൈക്ക്, hey, don't just be comfortable, okay? I said, yes sir, okay. Can you show me how this? Like, okay. എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ ഫങ്ഷൻ. ദെൻ അടുത്തത് ഇതും കുറച്ച് ഫണ്ണിയാണ്, കൊള്ളാം. Oh, this is dear friend is. Yes. ഇത് ഇതൊരു ഹൈവേയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി നമ്മൾ ഈ ബേസിക്കലി ആക്ടേഴ്സ് ഗെറ്റ് ലോട്ട് ഓഫ് ഫ്രീ ടൈം ഓൺ സെറ്റ്. ഈ സെറ്റപ്പും ചേഞ്ചും ക്യാമറ ടീം ഈസ് ഓൾവേസ് ട്രൈങ് ടു, അവരെല്ലാവരും ഈ ഡയറക്ഷൻ ടീം ക്യാമറ ടീം ഇസ് ഇൻവോൾവ് ഇൻ സെറ്റിംഗ് അപ്പ് ദ ഷോട്ട്, ബട്ട് ആക്ടേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം. സോ അങ്ങനെയാണ് ഒരു രാത്രി ഹൈവേയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതും മറ്റേ ഓപ്പണിംഗ് സീക്വൻസ് ആണ് ടോവിയുടെ ബർത്ത്ഡേ സീൻ. സോ അതിൻ്റെ ഇടയിൽ ഒരു ചായ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ആളാണോ? അല്ല, പക്ഷെ സെറ്റിൽ എല്ലാവരും ചായ കുടിക്കും. കൂട്ടത്തിൽ ഞാൻ കരിയർ കളഞ്ഞ് സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തതിന് പിറകിലുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു? See, to want to be an actor was a childhood dream. ആ ഡ്രീം എങ്ങനെ വന്നത്, ഒരു സീഡ് നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ട് കുറച്ച് ഐ തിങ്ക് എവറിബഡി ഹൂ പെർസ്യൂസ് എനി കരിയർ ഐ ഫീൽ അതിൻ്റെ സീഡ് സംവെയർ ഇൻ ദ ചൈൽഡ്ഹുഡ് ഇസ് വാട്ട് ഐ ബിലീവ് ദാറ്റ് സം ഇൻസിഡൻറ്റ് സംതിങ് ആയിരിക്കും അതിനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത്. സോ ലൈക്ക് എവറി ചൈൽഡ് ഐ വാണ്ടഡ് ടു പ്ലേ ക്രിക്കറ്റ് ഓർ ബി ഇൻ മൂവീസ്. അത് മാത്രമേ ദാറ്റ് ഡ്രീം വാസ് ദയർ. പക്ഷേ ആസ് യു ഗ്രൂ അപ്പ് പഠിപ്പും പിന്നെ റെസ്പോൺസിബിലിറ്റിയിലായപ്പോൾ യു ഫീൽ ലൈക്ക് അയ്യോ ഇത് ചെയ്യാൻ പറ്റില്ല. മേ ബി പിന്നെ വളർന്നത് പൂനെയിലാണ്. ഓക്കെ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ വാസ് ക്ലോസ് ടു എ ഫിലിം ഇൻഡസ്ട്രി ഓൾസോ. കോളേജിൽ പഠിക്കുമ്പോൾ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ പൂനെയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വൈ ഡോണ്ട് യു ഗിവ് എൻ എക്സാം. അപ്പോൾ എക്സാം ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫൈനൽ റൗണ്ട് വരെ പോയി. അപ്പോഴാണ് ഐ ഫെൽറ്റ് ഐ കുഡ് ഗിവ് ദിസ് ഒരു പുഷ് കിട്ടി. ദെൻ അഗൈൻ ഐ ഗേവ് നെക്സ്റ്റ് ഇയർ അഗൈൻ ഐ വെൻറ്റ് ടു ഫൈനൽ റൗണ്ട്, അപ്പോഴും കിട്ടിയില്ല. ഓക്കെ. സോ ദെൻ ഐ ഡിസൈഡഡ് ഓക്കെ ഇത് ക്വിറ്റ് ചെയ്ത് നമുക്ക് നാടകം ചെയ്യാം, തിയേറ്റർ ചെയ്യാം. ബിക്കോസ് അവിടെ പറഞ്ഞിരുന്നു അവർ ദാറ്റ് മേ ബി ഐ ഷുഡ് ഡു സം തിയേറ്റർ. ഓക്കെ. സോ അങ്ങനെ തിയേറ്റർ ചെയ്യാൻ തുടങ്ങി. And slowly I just moved to Mumbai. And that's how the journey started. But seed to be an actor was somewhere there when I was a child. അർജുൻ്റെ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല ഇമ്പാക്റ്റ് ഉള്ള അവിടേക്കാണ് വന്നത്. ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. സെലക്റ്റീവ് ആണോ താങ്കൾ? ഇല്ല, ഞാൻ
താങ്ക്ഫുള്ളി ദീസ് ആർ ദ സ്ക്രിപ്റ്റ്സ് ദാറ്റ് കെയിം ടു മീ. ഓക്കെ. പക്ഷേ അത്രയും ഒരു 100 സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല സെലക്ട് ചെയ്യാൻ. നോട്ട് റീച്ച് ദാറ്റ് ലെവൽ. ഓക്കെ. ആ ലെവൽ എത്തുമ്പോൾ മേ ബി യു ക്യാൻ സി ഐം സെലക്ടീവ്. നോട്ട് അറ്റ് ഓൾ സെലക്ടീവ്. ഓ സെറ്റ്. ഓക്കെ. ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എങ്ങനെ ഇത്ര കൂളായിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റണോ? ഭയങ്കര കൂളായിട്ട് ഓക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഭയങ്കര ഓക്കെ. മലയാളം വാക്കുകൾ പറയുന്നതിൽ ലൈക്ക് ആദ്യമൊക്കെ ഭയങ്കര ടഫായിരുന്നോ? അതെ, ഡെഫിനറ്റ്ലി. ബിക്കോസ് ഞാൻ അവിടെ പൂനെയിലാണ് വളർന്നത്. ഓക്കെ. നോളജ് ഓഫ് ദ ലാംഗ്വേജസ്, എൻ്റെ തമിഴും മലയാളം, അമ്മ തമിഴ്നാട്ടിൽ. ഓക്കെ. അച്ഛൻ ഫ്രം ആലുവ. സോ യുവർ നോളജ് ഓഫ് ലാംഗ്വേജ് ഇസ് വെരി ലിമിറ്റഡ്. ലിമിറ്റഡ് മാത്രമല്ല, കൾച്ചറലി കുറേ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു കുറേ വാക്കുകൾ അതിൻ്റെ യൂസേജ് മാറും. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ ഐ എം ജസ്റ്റ് ബിഗിനിങ് ടു ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ഇറ്റ് ആഫ്റ്റർ മൂവിങ് ഹിയർ. പക്ഷേ അതിന് പടയും ഡിയർ ഫ്രണ്ടിലെല്ലാം ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എ ന്യൂ വേൾഡ്. എല്ലാവരും എല്ലാ ദിവസവും ഫുൾ ടൈം നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്. വേറെസ് പൂനെയിൽ യു ആർ സ്പീക്കിംഗ് ഹിന്ദി, മറാഠി, മലയാളം, തമിഴ്, എല്ലാ ലാംഗ്വേജിനും ഒരു മിക്സ് ഉണ്ടായിരുന്നു. കുറച്ച് ടഫായിരുന്നു. അതെ. ഏറ്റവും കുഴപ്പിച്ച ഡയലോഗ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഡിയർ ഫ്രണ്ടിൻ്റെ സമയത്ത് എനിക്ക് ആക്ച്വലി ഓർമ്മ. ഇറ്റ്സ് സോ ഫണി ദാറ്റ് പടയിൽ എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആ ക്യാരക്ടർ ഒന്ന് ഔട്ട്സൈഡ് കേരള ക്യാരക്ടറാണ്. പക്ഷേ ലാംഗ്വേജ് സ്റ്റിൽ ഐ ഹാവ് ടു സ്റ്റിൽ സേ ദോസ് വേർഡ്സ്. ഡിയർ ഫ്രണ്ടിൽ എനിക്കിപ്പോഴും ആ വാക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിൻ്റെയൊക്കെ വായിൽ പഴം തിരികെ ഐ സ്റ്റിൽ കാൻറ്റ് സേ ഇറ്റ്. ഓക്കെ. ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി ഐ ജസ്റ്റ് സെഡ് നിൻ്റെയൊക്കെ വായിൽ എന്തായിരുന്നു? ബേസിൽ ഒരു പഴം. അങ്ങനെ ഞങ്ങൾ മാനേജ് ചെയ്തു. കുറച്ച് ടഫായിരുന്നു ആദ്യമൊക്കെ. അയ്യോ, ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ പക്ഷേ സംസാരിക്കാൻ നമുക്ക് അത് തോന്നുന്നില്ല കേട്ടോ ഒരുപാട്. ദാറ്റ്സ് ബിക്കോസ് ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. സോ ആ ലാംഗ്വേജിൻ്റെ കംഫർട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്ക്രിപ്റ്റിൽ വരുന്ന ലൈക്ക് ഡയലോഗ്സ് ഒക്കെ അതെങ്ങനെയായിരുന്നു? കാരണം ബാഹുൽ ബ്രോ അത്യാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. പക്ഷേ പുള്ളി എന്നാലും പറഞ്ഞു ഇങ്ങനെ ലെറ്റ്സ് സ്റ്റിക്ക് ടു ദീസ് തിങ്സ്, ഐ ഗിവ് യു ദ ടൈം. ഓക്കെ. സോ അത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫോർ മീ ഓൾസോ ഇറ്റ്സ് എ ചാലഞ്ച് വിത്ത് ഈച്ച് പാസിംഗ് ഫിലിം ടു ബി മോർ കംഫർട്ടബിൾ വിത്ത് ദ ലാംഗ്വേജ്. ഓക്കെ. സോ ബാഹുൽ അങ്ങനെ ഇറ്റ്സ് ലൈക്ക് ഹീസ് നോട്ട് സ്ട്രിക്റ്റ് പുട്ടിങ് പ്രഷർ. പക്ഷേ പുള്ളി പറയും വേണ്ട നമുക്ക് അത് തന്നെ വെക്കാം, നീ കുറച്ചും കൂടെ സമയം എടുത്തോ. ഡബിങ്ങിൻ്റെ സമയത്തും കുറേ ഹെൽപ്പ് ചെയ്തു എന്നെ. ലൈക്ക് ഹീ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് മീ ഡ്യൂറിങ് ദ ഡബിങ്സ്. സോ ഹി വാസ് വെരി ഹെൽപ്ഫുൾ ദാറ്റ് വേ. ബിക്കോസ് പുള്ളിയുടെ ജോബ് ഒന്ന് ഒരു റൈറ്ററിൻ്റെ ജോബാണ്. എന്നാലും പുള്ളി ഡബിങ്ങിൽ വന്നിരുന്നു. പിന്നെ ഈ സീനിൻ്റെ ഇടയിൽ വന്ന് കുറേ ഡിസ്കഷൻസും ഇൻപുട്സും തരും. ഹി ഹാസ് സോ മച്ച് ടു ടോക്ക്. ഓക്കെ. ഇപ്പോൾ അഹമ്മദ് ആണെങ്കിൽ അഹമ്മദ് ഡസ് നോട്ട് സ്പീക്ക് സോ മച്ച്. പുള്ളി ഇൻസ്ട്രക്ഷൻസ് വന്ന് ചില ഡയറക്ടേഴ്സ് വന്ന് അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ കുറേ ഇൻഫർമേഷൻ തരും. ചില ഡയറക്ടേഴ്സ് ജസ്റ്റ് റിക്വയർഡ് അങ്ങനെ. ഓക്കെ. സോ ബാഹുൽ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഡിസ്കഷൻസ് ഓൺ ദാറ്റ്. ഈ സിനിമയിൽ ലാൽ സാറിൻ്റെ ഡയലോഗുകൾക്ക് കുറേ ട്രോള് കിട്ടുന്നുണ്ടല്ലോ സീരീസിൽ. സോ അതെങ്ങനെയുണ്ട്? ലാൽ സാറിൻ്റെ ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സീനിലും എന്തെങ്കിലും ഒരു ജോക്ക് അടിക്കും. ചിലപ്പോൾ ആണെങ്കിൽ എനിക്ക് ആ ജോക്ക് മനസ്സിലാവില്ല. ബിക്കോസ് ഓഫ് എല്ലാവരും ചിരിക്കും. കൂട്ടത്തിൽ അങ്ങനെ ചിരിച്ച് അങ്ങനെ ഐ എം ഷുവർ ഡെഫിനറ്റ്ലി അങ്ങനെ സീൻസ് ഉണ്ടായി. സീൻസ് അല്ല, ഇൻസിഡൻസ് ഉണ്ട്. ഓക്കെ. കൂട്ടത്തിലങ്ങ് വെറുതെ ചിരിച്ചു. ആക്ടറല്ലേ? അതെ, അവിടെ ഞാൻ അഭിനയിക്കുന്നു. സ്ക്രിപ്റ്റിൽ ഒരു ഡയലോഗ് ആയിരിക്കും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതിനെ ചേർത്ത് വെച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ആക്ടറുടെ ഒരു ഫ്രീഡം എടുത്തിട്ട് അവർ ചിലപ്പോൾ ആഡ് ഓൺ ചെയ്യാറുണ്ട്, ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. അത് എന്താണ് അർജുൻ അതിനെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ? ഇംപ്രവൈസേഷന് ഒരു കോൺഫിഡൻസ് ആക്ടറിൻ്റെ അടുത്തുണ്ടായ ദെൻ ഹി ക്യാൻ ഇംപ്രവൈസ്. ഐ ഫീൽ ഇറ്റ്സ് ഓൾസോ ഗോട്ട് ടു ഡു വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ്. എനിക്കത് ഇതുവരെ വന്നിട്ടില്ല. സോ മലയാളത്തിൽ ഇംപ്രവൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഐ ഫീൽ ഐ ക്യാൻ ഡു ഇറ്റ് ടു എ ലിമിറ്റ്. ബിക്കോസ് ഓഫ് ആസ് എൻ ആക്ടർ ഇംപ്രവൈസേഷൻസ് ആർ ഓൾവേസ് ഫൺ. ലാൽ സർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അബൌട്ട് ഇംപ്രവൈസേഷൻ പറഞ്ഞത് ഇറ്റ്സ് ഇൻ എ വേ ഇറ്റ്സ് സി നമ്മൾ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഐ ഹാവ് ടു ടെൽ ദ ഡയറക്ടർ ആൻഡ് എസ്പെഷ്യലി ഡയറക്ടർ ആൻഡ് ദ സിനിമാറ്റോഗ്രാഫർ. ബിക്കോസ് അവർ ഫ്രെയിം സെറ്റ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്ത് പിന്നെ
ആ ഫ്രെയിമിൽ നിന്ന് പുറത്തു പോയ ദെൻ ലൈക്ക് ഐ മനസ്സിലായി. തിങ്ക് ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് പ്രയർ. അർജുൻ്റെ സൗണ്ടിനെ കുറിച്ച് ഒരുപാട് കമൻസ് വരുന്നുണ്ടല്ലേ? ഇങ്ങനെ ഒരു സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു? അല്ല, കുറച്ച് ടിപ്സ് പറഞ്ഞത്. ഇങ്ങനെ തന്നെ പൊതുവെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതെ. അത് സ്റ്റിൽ ആർ യു ആക്ടിങ്? സോ നമ്മുടെ ഷൂട്ട്സ് കൂടുതൽ മെജോറിറ്റിയും ട്രിവാൻഡ്രം ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ട്രിവാൻഡ്രം എക്സ്പീരിയൻസ്? ഐ റിയലി ലൈക്ക് ദ സിറ്റി. ചൈൽഡ്ഹുഡിന്റെ കുറച്ച് മെമ്മറീസ് ഉണ്ട്. ബിക്കോസ് ട്രിവാൻഡ്രത്തെ ആദ്യത്തെ 4-5 വർഷം ഞങ്ങൾ ട്രിവാൻഡ്രം കൊച്ചിയായിരുന്നു. പിന്നെ അമ്മയുടെ വീട് നാഗർകോവില. സോ Trivandrum was always something that we visited. It was very nice, very clean, very നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജസ്റ്റ് ദാറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് മാർച്ചിലല്ലോ, പീക്ക് സമ്മർ. നമ്മൾ യൂണിഫോം എല്ലാം ഇട്ടിട്ട് സമ്മറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, അതും പിന്നെ നമ്മൾ ഈ റൂംസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഓഫീസ് പോലീസ് സ്റ്റേഷൻ റൂമാണെങ്കിലും ക്ലോസ് സ്പേസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫാൻ പാടില്ല, AC പാടില്ല, ബിക്കോസ് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. So the heat was just tough ആയിരുന്നു. ട്രിവാൻഡ്രത്ത് പോയിട്ട് ബോളിയും പൈസ കഴിച്ചോ? രഞ്ജിത്ത് ശേഖരനെ നമ്മുടെ പ്രവീൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്ത പുള്ളി ട്രിവാൻഡ്രത്ത് നിന്ന. സോ ഹി ഗോട്ട് അസ്. എനിക്ക് പേരറിഞ്ഞൂടെ എവിടുന്ന, ബട്ട് ഹി സെഡ് ഇറ്റ്സ് ദ ബെസ്റ്റ്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പോലും ഞാൻ മിസ് ചെയ്യാത്തൊരു കാര്യം, അത് സ്റ്റിൽ ഇപ്പോഴും ബോളിയും പൈസയാണ്. ദെൻ പോലീസ് ഓഫീസർ റോൾ ചെയ്തു, ഒരു കളക്ടർ റോൾ ചെയ്തു. സോ എന്താണ് അടുത്ത എക്സ്പെക്ടേഷൻ? അങ്ങനെ ഹോപ്പ്ഫുള്ളി നൈസ് റോൾസ് കം എന്ന് പ്രൊഫഷനായിട്ട് അങ്ങനെ ചിന്തിക്കാറില്ല. ഇല്ല, ഒരു ഇമോഷണൽ ഗ്രാഫ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഞാനിതുവരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സോ ഐ എം ഹോപ്പിംഗ് സംതിങ് ലൈറ്റ് ഹാർട്ടഡ് കംസ്. റൊമാൻറ്റിക് അതും ചെയ്തിട്ടില്ല ഇതുവരെ. സോ ഹോപ്പ്ഫുള്ളി അങ്ങനത്തെ ഏതെങ്കിലും റോൾ വന്നാൽ ഇറ്റ് വിൽ ബി നൈസ്. ബിക്കോസ് ഐ ഓൾസോ വോണ്ട് ടു എക്സ്പ്ലോർ വാട്ട് ഐ ക്യാൻ ഡു. SI നോബിളായിട്ട് മാറണം കുറച്ച് നേരത്തേക്ക്. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്ന ആളുകളെ കുറിച്ച് ഒരു രഹസ്യം ഫ്രം ദി സെറ്റ് ഓർ വാട്ട് എവർ ഞങ്ങളോട് വെളിപ്പെടുത്തണം. ആർ യു റെഡി? കോടതിന് മുമ്പാകെ സത്യം. ഞാൻ ജഡ്ജല്ലോ. ഓക്കെ, സോ ചോദിക്കട്ടെ, ഫസ്റ്റ് വൺ മമ്മൂക്ക. ഐ ഹാവ് നോട്ട് സീൻ ഹിം ഡ്രിങ്കിങ് ചായ. ചായ കുടിക്കില്ല? അല്ല, കട്ടനാണ് കുടിക്കുന്നത് പുള്ളി. ഓക്കെ, അതും വിത്തൗട്ടാണോ? അത് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, വേറെ എന്താ ഒബ്സർവേഷൻ? കട്ടൻ ഒരു രഹസ്യം. പിന്നെ പുള്ളിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇസ് വാട്ട് ഐ ഫീൽ. നമ്മളെല്ലാവരും ഇങ്ങനെ പേടിച്ച് റെസ്പെക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, ബട്ട് ഐ തിങ്ക് ഹി ഗിവ്സ് യു ദാറ്റ് സ്പേസ് അറ്റ് സം പോയിന്റ്. അഗൈൻ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ആക്ടിങ് കുറച്ചെല്ലാം സംസാരിച്ചിരുന്നു. സോ യു ഗെറ്റ് ദ ഫീലിംഗ് ദാറ്റ് ഹി ലൈക്സ് ടു ടോക്ക്. ഇറ്റ്സ് ദാറ്റ് വി ആർ ഓൾ, പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ആൻഡ് ദെൻ എവറിബഡി ഹാസ് ദാറ്റ് ഫിയർ ഓൾസോ. ബട്ട് ഐ തിങ്ക് അത് കുറച്ച് ആ ഒരു ബാരിയർ ക്രോസ് ചെയ്ത് ഐ തിങ്ക് ഹി ലൈക്സ് ടു ടോക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ചാക്കോച്ചൻ. രഹസ്യം അത് ഞാൻ 4-5 വർഷമായി പുള്ളിയുടെ വർക്ക് ചെയ്തിട്ട് ഐ റിമെമ്പർ ഹിം ബീങ് വെരി വെരി നൈസ് ടു മീ. ഓക്കെ, അടുത്ത ആൾ ബേസിൽ. ആക്ടിങ് വിത്ത് ബേസിൽ ഇസ് വെരി ഡിഫിക്കൾട്ട് ബിക്കോസ് പുള്ളിയുടെ ഞങ്ങൾ ഈ ഡിയർ ഫ്രണ്ടിൻ്റെ ഷൂട്ടിനിടയിൽ ചില സീരിയസ് സീൻസിൽ ആൻഡ് ഐ വാസ് ജസ്റ്റ് ഗെറ്റിംഗ് ടു നോ ബേസിൽ. പിന്നെ ഡിയർ ഫ്രണ്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവരുടെ ഐ ഡോണ്ട് നോ വാട്ട് ദെയർ status in the industry. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ I was meeting, they also behaved very normally with me. ഞാൻ ബേസിൽ ആക്ച്വലി ഐ ന്യൂ ഓഫ് ഹിം ഫ്രം ജോജി. ആ പടത്തിൽ പുള്ളി ആ പ്രീസ്റ്റായിട്ട് റോൾ. സോ അങ്ങനെയാണ് എനിക്ക് ബേസിലിനെ അറിയണത്. സോ പുള്ളിയാണെങ്കിൽ എപ്പം ഈ സീരിയസ് സീൻ ചെയ്യുമ്പോൾ സംവെയർ ഐ ഫീൽ ലൈക്ക് ബേസിൽ ദർ ഇസ് സം, പുള്ളിയുടെ കണ്ണിൻ്റെ പുറകിലൊരു ചിരി ഉണ്ടാവും, ലൈക്ക് ദർ ഇസ് വൺ സ്മൈൽ വിച്ച് ഇസ് ഓൾവേസ് ഹൈഡിങ് ബിഹൈൻഡ് ദാറ്റ്, ആൻഡ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ടു like during that shoot I felt like ഞാൻ ചിലപ്പോൾ ഞാൻ ചിരിക്കും. അങ്ങനത്തെ ഒരു പേടിയുണ്ടായിരുന്നു. ബട്ട് അത് രസം ശരിയല്ല എന്ന് ഓർത്ത് നോക്കുമ്പോൾ ശരിയാണ്. അതെ, he's got a very, his eyes are so that's why ഇപ്പോൾ പൊന്മാൻ കണ്ടപ്പോൾ I was like really blown away. ഭയങ്കര പുള്ളിയുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു അത്. അഹമ്മദ് കബീർ. നമ്മുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്യാരവാനിലേക്ക് വന്നിട്ട്, അർജുൻ ബിസിയാണോ? അയച്ചിട്ടില്ല, ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് കിടന്നോട്ടെ. ആൻഡ് പുള്ളി അവിടെ വന്നിരിക്കും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഓൺ ദി സ്പോട്ട് ഈസ് ഔട്ട്. ഹി ക്യാൻ സ്ലീപ് ലൈക്ക് ദിസ്.
ആണല്ലേ? അത് ഭയങ്കര ഒരു ലക്കാണ്. ഞാനും നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഫോൺ നോക്കി, അല്ലെങ്കിൽ അതെ ശരിയാ, സമയം ലഞ്ച് ബ്രേക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ഗ്യാപ്പേ ഉള്ളൂ, 20 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. ആ 20 മിനിറ്റ്സിൽ നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ, ഒരു 5 മിനിറ്റെങ്കിലും ഒരു ഒരു ഉറങ്ങാൻ സമയമില്ല. അഹമ്മദിന് ഹി ഡസൻ നീഡ് സ്പ്ലിറ്റ് സെക്കൻഡിൽ ഹീസ് ലൈക്ക് ഔട്ട്. എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കാം ബച്ചൻ സാർ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെൽ നോൺ ദാറ്റ് ഈസ് ഓൾവേസ് ഓൺ ടൈം. പിന്നെ ഒരു ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തോ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞു പുള്ളിയെ വിളിക്കാൻ സീനിന് വേണ്ടി. സോ പുള്ളി അവിടെ നിന്ന് ക്യാരവാനിൽ നിന്ന് ഇറങ്ങാൻ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യണത് ഒരു സ്കൂളിലായിരുന്നു. സോ സഡൻലി അവിടെ ലഞ്ച് ബ്രേക്ക് ആയി. സോ ഡയറക്ടറിന് ഇപ്പോൾ വരണ്ട, ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, ബിക്കോസ് ഈ സ്കൂൾ പിള്ളേരല്ലേ. പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു പോവില്ല. ഈ സൈഡ് ഇറ്റ്സ് ഓക്കെ, ഞാൻ അവിടെ വന്നിരിക്കാം, ഇനി ഞാൻ തിരിച്ചു പോകണില്ല. അങ്ങനെ 2-3 പ്രാവശ്യം അത് സംഭവിച്ചതാ. ആണല്ലേ? ഇങ്ങനെ ഇറങ്ങിയാൽ പിന്നെ സെറ്റിലേക്ക് വരും. ഡിയർ ഫ്രണ്ടിൻ്റെ സമയത്ത് ഞാൻ ഇത് കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ രഹസ്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹിസ് ഡിസിപ്ലിൻ ഇസ് വെൽ നോൺ എവരിവെയർ. പുള്ളി 35 ദിവസം ഞാൻ ഐ ജസ്റ്റ് സോ ഹിം ഈറ്റിംഗ് ചിക്കൻ വിങ്സ് ആൻഡ് സാലഡ്. ഫിറ്റ്നസ് ഫ്രീക്ക്. അത് രഹസ്യമൊന്നുമില്ല ആക്ച്വലി, ബട്ട് ഹീ സീംസ് ടു ലൈക്ക് പെർഫ്യൂംസ് എ ലോട്ട്. ഞാൻ ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ പുള്ളി കുറേ എന്തോ പെർഫ്യൂംസ് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ടെസ്റ്റിംഗ് ചെയ്യാൻ. ഡിഫറെൻറ്റ്, അത് മേ ബി ഇറ്റ്സ് എ സൂപ്പർ സ്റ്റാർ തിങ്. ഓക്കെ, പുതിയ മൂവിയുടെ വിശേഷങ്ങൾ ഏതാണ്? ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? ഷൂട്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സലീം അഹമ്മദ് സാറിൻ്റെ പടമാണ്. ഓക്കെ, ഞാനും സെറിൻ ഷിഹാബ് ഉണ്ട് ഇതിൽ. പിന്നെ നിങ്ങളുടെ ഷാജി കുമാറാണ് ഇൻറ്റൻസ്, ഒരു ഡ്രാമ പടം. ഓക്കെ, സോ അതിൻ്റെ ഇപ്പോൾ ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞു, ഗോയിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്കെഡ്യൂൾ. ഓക്കെ, സെറ്റ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷൂട്ട്. എപ്പോഴായിരിക്കും റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തോ? അതോ അങ്ങനെയല്ല, അത് സം ടൈം നെക്സ്റ്റ് ഇയർ ആയിരിക്കും. റിലീസിനുണ്ട് ഇപ്പോൾ വാള എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, മുഹസിൻ കടൂർമണ്ട കടം, ആ പടം ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് പടം. അതിൽ ലുക്കും ഉണ്ട്, ധ്യാൻ ചേട്ടനുണ്ട്. പിന്നെ ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞൊരു സീരീസ്, സാർ ഫസ്റ്റ് ടൈം ഡയറക്ടർ. ഹർഷത് ഖാൻ നമ്മുടെ പുഴൂടറാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. ഓ സെറ്റ്. സോ എനിവേ അർജുൻ, ഇറ്റ് ഈസ് ലൈക്ക് നൈസ് ടോക്കിംഗ് ടു യു. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. ഇനിയും ഒരുപാട് നല്ല റോൾസ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.